ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ആഴമായി ഇടപെടുന്നൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കുകയും യേശുവിൻ്റെ നാമത്തെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 11 വാക്യം, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിക്കുകയും അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിക്കുകയും. ഇന്ന് പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളോട് ആഴമായി ഇടപെടുന്ന ദൂത്, വിശ്വാസ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന, ഒറ്റയ്ക്ക് തനിച്ചുള്ള കുടുംബത്തിൽ ഏകനായി വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ജീവിതങ്ങൾ, ആ അവസ്ഥയിലെ കഷ്ടതയും ആ അവസ്ഥയിലെ ഞെരുക്കങ്ങളും വളരെ പ്രയാസമാണ്. ആ തലത്തിൽ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി, യേശുവിനു വേണ്ടി ഇന്നും പിടിച്ചു നിൽക്കുന്ന, വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ദൈവമക്കളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ദൂത് ഇതാ: പ്രവൃത്തി നിമിത്തമുള്ള വിശ്വാസം. വചനം പറയുന്നു, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിക്കുകയും. പ്രവൃത്തി നിമിത്തം ചില ജീവിതങ്ങൾ കർത്താവിനെ വിശ്വസിക്കാൻ പോവാ. ഇന്ന് ഭവനത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, വിശ്വാസത്തിൻ്റെ തല മുറുകെ പിടിച്ച് കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കി നാളുകളായി, വർഷങ്ങളായി കർത്താവിനെ സ്നേഹിക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്ന ആ തലത്തിലായിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ ശബ്ദവിധ, വിലയേറിയ പരിശുദ്ധാത്മാവിൻ്റെ ദൂതിത, പ്രവൃത്തി നിമിത്തം ചില ജീവിതങ്ങൾ കർത്താവിനെ വിശ്വസിക്കാൻ പോവാം. പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തി ജീവിതത്തിൻ്റെ മേഖലകളിൽ ചില അത്ഭുതങ്ങൾ കർത്താവ് ഇതാ വെളിപ്പെടുത്തുക സമയമായെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. ഇന്ന് ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ കർത്താവ് നോക്കുന്നത് ജീവിതത്തിൻ്റെ മേഖലകളിൽ ശൂന്യതയായിരിക്കാം, രോഗത്തിൻ്റെ കെടുതികളായിരിക്കാം, നാം കടന്നു പോകുന്ന കടഭാരത്തിൻ്റെ അനുഭവങ്ങളായിരിക്കാം, നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളായിരിക്കാം. ഇന്നത്തെ അവസ്ഥ മറ്റുള്ളവർ നോക്കുമ്പോൾ വിധി കൽപ്പിക്കും. ദൈവത്തെ ആരാധിച്ചിട്ട്, കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് ഇതെന്താ ഇങ്ങനെ എന്നൊരു ചോദ്യം ഉയരുന്നൊരു സമയമാണോ? അപ്രകാരം നിന്ന വഹിക്കുന്നൊരു സമയമാണോ? ദൈവത്തിൻ്റെ പൈതലേ, മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ആ തലത്തിലായിരിക്കുമ്പോൾ കർത്താവ് നോക്കുന്നത്, ദൈവം അതിനെ കാണുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അവിടെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാ. കാനാവിലെ കല്യാണ വീട്, വീഞ്ഞിൻ്റെ പോരായ്മ യേശു പ്രവർത്തിച്ചില്ലേ? വെള്ളം വീഞ്ഞാക്കി അത്ഭുതമാക്കി തീർത്തില്ലേ? വചനം പറയുന്നു, തൻ്റെ ശിഷ്യന്മാർ പോലും യേശുവിനെ വിശ്വസിക്കുവാനിടയായി തീർന്നു. ആ വീഞ്ഞിൻ്റെ പോരായ്മ ദൈവപ്രവർത്തിക്ക് വഴിയൊരുങ്ങിയതാ, ദൈവപ്രവർത്തിക്ക് വഴിവെട്ടിയതാ. ദൈവപ്രവർത്തി നിമിത്തം ശിഷ്യന്മാർക്ക് പോലും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഉറയ്ക്കുകയാ. ദൈവത്തിൻ്റെ പൈതലേ, ഇന്നത്തെ പോരായ്മയും ഇന്നത്തെ ശൂന്യതയും ദൈവപ്രവർത്തിക്ക് വഴിയൊരുങ്ങുക, ദൈവപ്രവർത്തിക്ക് വഴിവെട്ടുന്ന സാഹചര്യമാ. ഇന്ന് ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, ഈ അവസ്ഥയോർത്ത് ദുഃഖിക്കേണ്ട. പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്ന ശബ്ദവിധ, ഇവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. പ്രവൃത്തി നിമിത്തം ചില ജീവിതങ്ങൾ വിശ്വസിക്കാൻ പോകുക. ശിമോൻ്റെ പടകിൻ്റെ ശൂന്യത ദൈവം അവിടെ പ്രവർത്തിച്ചില്ലേ? ആ ശൂന്യതയിൽ കർത്താവ് ഒരു നിറവ് വരുത്തിയില്ലേ? ദൈവത്തിൻ്റെ പൈതലേ, ആ നിറവ് പലരും കണ്ട് വിശ്വസിക്കുവാനിടയായില്ലേ? അത് കണ്ട് വിശ്വസിച്ചവരുണ്ട്, ഇന്ന് കേട്ട് വിശ്വസിക്കുന്നവർ, ആ വചനം വായിച്ച് വിശ്വസിക്കുന്നവർ, ആ വചനം ധ്യാനിച്ച് വിശ്വസിക്കുന്നവർ അവരുടെ ജീവിതത്തിലെ ശൂന്യതയിൽ ബലമാകുന്നില്ലേ? ധൈര്യമായി തീരുന്നില്ലേ? നിറയ്ക്കുന്ന കർത്താവിനെ ആഴമായി അറിയുക,
ആഴമായി രുചിക്കുവാൻ സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ടില്ലേ? ദൈവത്തിൻ്റെ വൈതിലെ ഇന്നത്തെ ഈ ബലഹീനത, ഇന്നത്തെ ഈ ശൂന്യത, ഇന്നത്തെ ഈ പോരായ്മ പ്രവൃത്തി നിമിത്തം ചില ജീവിതങ്ങൾ കർത്താവിനെ വിശ്വസിക്കും. പ്രവൃത്തി നിമിത്തം ചില ജീവിതങ്ങൾ കർത്താവിലേക്ക് മടങ്ങി വരും. പ്രവൃത്തി നിമിത്തം ചില ജീവിതങ്ങൾ യേശുവിനെ ആരാധിക്കും. പ്രവൃത്തി നിമിത്തം ചില ജീവിതങ്ങൾ കർത്താവിനെ സ്നേഹിക്കും. ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ കരമിറങ്ങാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. പ്രവൃത്തി നിമിത്തമുള്ള വിശ്വാസം അത് ജീവിതത്തിൻ്റെ തലങ്ങളിൽ പലരെയും തൊടാൻ പോവുക, പലരെയും സ്പർശിക്കാൻ പോവുക. ഇന്നൊറ്റപ്പെട്ടായിരിക്കുന്ന ദൈവത്തിൻ്റെ വൈതിലെ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ദൈവപ്രവൃത്തിയുണ്ട്, മഹത്വത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. അത് മറ്റുള്ളവർ കാണും, അവർ തിരിയും, കർത്താവിലേക്ക് തിരിയും, ജീവിക്കുന്ന ദൈവത്തിലേക്ക് തിരിയും. അപ്രകാരമുള്ള ദൈവിക ഇടപെടൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. ദൈവം സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ശബ്ദത്തിനായി സ്തോത്രം, ദൂതനായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. പ്രവൃത്തി നിമിത്തമുള്ള വിശ്വാസം ദൈവം വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. ഈ ശൂന്യത, ഈ ബലഹീനത, ഈ പോരായ്മ ദൈവമേ അങ്ങയുടെ പ്രവർത്തിക്കുകയാണല്ലോ. ജനം വിശ്വസിക്കത്തക്ക നിലയിൽ കർത്താവിൻ്റെ കരം ചാഞ്ഞിറങ്ങാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.